നമസ്കാരം. ഇന്ന് കർക്കിടകം 20. ഇന്നത്തെ കഥകളിലേക്ക് കടക്കാം. അങ്ങനെ ഹനുമാൻ സീതാദേവിയുടെ അനുഗ്രഹം മേടിച്ച് തിരിച്ച് ശിംശിബ വൃക്ഷച്ചൂട്ടിൽ നിന്നും തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഹനുമാൻ ഒരു സംശയം, എന്തായാലും ഞാൻ ശ്രീരാമദേവൻ്റെ നിർദ്ദേശപ്രകാരം സീതാദേവിയെ കണ്ടുപിടിക്കാൻ ഇവിടെ വന്നു, സീതാദേവിയെ കാണുകയും ചെയ്തു. എന്നാലും ഞാനിവിടെ വന്ന കാര്യം രാവണനെയും മറ്റു പരിവാരങ്ങളെയൊക്കെ അറിയിക്കണമല്ലോ എന്ന് കരുതി ഹനുമാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഹനുമാൻ ആ ഉദ്യാനം മുഴുവൻ ഓടി നടന്ന് അതിലത്തെ ഫലമൂലങ്ങളൊക്കെ ഭക്ഷിക്കുകയും ഉദ്യാനത്തിലെ ചെടികളും മറ്റു ഫലവൃക്ഷാദികളെല്ലാം മുഴുവനായിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഈ ഘോരമായിട്ടുള്ള ശബ്ദമൊക്കെ കേട്ട് ഉറങ്ങിക്കിടന്ന രാക്ഷസിമാരെല്ലാം എണീക്കുകയും ഹനുമാനെ കാണുകയും ചെയ്തു. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒച്ച വയ്ക്കുകയാണ്. ഹനുമാൻ നിർബാധം തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ ചുറ്റിനും കാണുന്ന എല്ലാ മരങ്ങളും ചെടികളും എല്ലാം തച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. സീതാദേവി ഇരിക്കുന്ന ശിംശിബാവൃക്ഷം ഒഴികെ ബാക്കിയെല്ലാം ഹനുമാൻ നശിപ്പിച്ചു കളഞ്ഞു. ഈ സംഭവം ഭടന്മാർ രാവണനോട് ചെന്ന് പറയുകയാണ്. രാവണൻ ആദ്യം ഒരു 5 സൈന്യാധിപന്മാരെ അശോകവാടിയിലേക്ക് അയക്കുകയാണ്. അശോകവാടിയിൽ ചെന്ന് ഹനുമാനായിട്ട് യുദ്ധത്തിലേർപ്പെടുന്നു. ഹനുമാൻ അവർ 5 പേരെയും നിഷ്കരണം കൊന്നൊടുക്കി. ഇതറിഞ്ഞ രാവണൻ വീണ്ടും 7 സൈന്യാധിപന്മാരെ കൂടി അശോകവാടിയിലേക്ക് അയക്കുകയാണ്. അവർക്കും കാലപുരിക്ക് പോകാനായിരുന്നു യോഗം. അങ്ങനെ ഇതൊക്കെ ദേഷ്യം പിടിച്ച രാവണന്റെ മുമ്പിൽ രാവണന്റെ പുത്രൻ അക്ഷകുമാരൻ ജില്ലയാണ്. അക്ഷകുമാരൻ ചെന്നിട്ട് പറയാണ്, പിതാവി ആ കുരങ്ങിനെ ഞാൻ തന്നെ വധിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് അക്ഷകുമാരൻ അശോകവാടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അക്ഷകുമാരനും ഹനുമാൻ സ്വാമിയും കൂടെ അശോകവാടിയിൽ വെച്ച് യുദ്ധം ചെയ്യുകയാണ്. ഹനുമാൻ തൻ്റെ ഗദ ഉപയോഗിച്ച് അക്ഷകുമാരനെ വധിക്കുന്നു. അക്ഷകുമാരൻ്റെ മരണം കേട്ട് പൊട്ടിത്തെറിച്ച രാവണൻ്റെ അടുത്തിട്ട് മൂത്തപുത്രൻ ഇന്ദ്രജിത്ത് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട്, ഞാൻ ആ കുരങ്ങിനെ ബന്ധിച്ച് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരാം, അതിനുശേഷം മാത്രമേ അക്ഷകുമാരൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്താവൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ദ്രദേവനെ ജയിച്ച ആളാണ് ഇന്ദ്രജിത്ത്. അങ്ങനെ ഇന്ദ്രജിത്ത് ചെന്ന് അശോകവാടിയിലേക്ക് ചെല്ലുകയാണ്. ഹനുമാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഘോരമായ യുദ്ധമായിരുന്നത്. യുദ്ധത്തിൻ്റെ അവസാനം ഇന്ദ്രജിത്ത് ഹനുമാന് നേരെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുകയാണ്. ഹനുമാനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ദ്രജിത്ത് ബന്ധനസ്ഥനാക്കിയ ഹനുമാനെയും കൊണ്ട് രാവണ സന്നിധിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാവണൻ്റെ മുമ്പിൽ ഹനുമാനെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ രാവണൻ ചോദിക്കുന്നുണ്ട്, നീ ഏതാണ്? ഞാനും നീ തമ്മിൽ എന്താണ് പ്രശ്നം? നീ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഈ ഉദ്യാനങ്ങളും ഈ രമ്യഹർമ്മങ്ങളൊക്കെ അടിച്ചു തകർക്കുന്ന എന്തിനാണൊക്കെ ഹനുമാനോട് രാവണൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ പറയാണ്, ഞാൻ ശ്രീരാമദേവൻ്റെ ദൂതനാണ്, എൻ്റെ പേര് അഞ്ജനപുത്രൻ ഹനുമാൻ എന്നാണ്. അപ്പോൾ ഹനുമാൻ രാവണനോട് പറയുന്നുണ്ട്, ശ്രീരാമദേവൻ ഉടനെ ലങ്കയിലേക്ക് വരും. ലങ്കയിലേക്ക് വന്ന് നിന്നെ വധിച്ച ശേഷം സീതാദേവിയെയും കൊണ്ട് തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ പോകും. നിന്നെ വധിക്കാതിരിക്കണമെങ്കിൽ നീ ഇന്ന് തന്നെ ശ്രീരാമദേവൻ്റെ കാൽകളിൽ പോയി വീണ് സാഷ്ടാംഗം നമസ്കരിച്ച് സീതാദേവിയെ തിരിച്ചേൽപ്പിക്കുക എന്നൊക്കെ ഹനുമാൻ രാവണനോട് പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം ശ്രീരാമദേവൻ്റെ കൈകൾ കൊണ്ടായിരിക്കും നിന്റെ മരണം എന്നൊക്കെ ഹനുമാൻ പറയുകയാണ്. അപ്പം ഇതെല്ലാം കേട്ട് ദേഷ്യം കയറിയ രാവണൻ അവിടെ നിന്ന് ഭടന്മാരോടായിട്ട് പറയുന്നുണ്ട്, ഹനുമാനെ വധിച്ചു കളയാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വിഭീഷണൻ രാവണൻ്റെ സഹോദരനാണ്. വിഭീഷണൻ വന്ന് തടുക്കുന്നുണ്ട്. ഹനുമാൻ ഒരു ദൂതനാണ്, അപ്പോൾ ദൂതനെ വധിക്കുന്നത് ഒരു രാജാവിന് ചേർന്ന കാര്യമല്ല, അതുകൊണ്ട് ദൂതനെ വധിക്കരുതെന്നൊക്കെ വിഭീഷണൻ പറയുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ കഥ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.